എല്ലാ തൊഴിലന്വേഷകരും ജൂലിയെ പരിചയപ്പെട്ടിരിക്കണം. അപകടം തകർത്ത ശരീരവുമായി പൊള്ളുന്ന വേദനയോടെ സർക്കാർ ജോലി എന്ന ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കാനായി പത്തനംതിട്ട PSC ഓഫീസിൽ ആംബുലൻസിലെത്തിയ അടൂർ പുതുശ്ശേരി ഭാഗം മുളയാമഠത്തിൽ വീട്ടിൽ ജൂലി എന്ന 32-കാരിയെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഒരു സർക്കാർ ജോലി, അതായിരുന്നു ജൂലിയുടെ ഏറ്റവും വലിയ സ്വപ്നം. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ PSCയുടെ LD ക്ലാർക്ക് ടൈപ്പ് റൈറ്റിംഗ് തസ്തികയിലേക്ക് അഭിമുഖത്തിനും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കുമായി ജൂലി എത്തിയത് ആംബുലൻസിൽ ശയ്യാവലംബയായിട്ടാണ്. ഏപ്രിൽ 19-ാം തീയതി അടൂർ നെല്ലിമൂട്ടിപ്പടിയിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് ജൂലിയെ ഈ അവസ്ഥയിലാക്കിയത്. വാഹന പരിശോധനയ്ക്കായി ജൂലിയും ഭർത്താവ് വർഗീസും മകൻ ആൽഫിനും സ്കൂട്ടറിലിരിക്കുമ്പോൾ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടുവന്ന ടിപ്പർ ലോറി ഇടിച്ച് മൂവർക്കും പരിക്കേറ്റു. നട്ടെല്ലിന് സാരമായി പരിക്കേറ്റ ജൂലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്താണ് PSC ഓഫീസിൽ നിന്നും അഭിമുഖത്തിനായി എത്തണമെന്നുള്ള അറിയിപ്പ് ലഭിച്ചത്. ചികിത്സയിലാണെന്നും വരാൻ കഴിയില്ലെന്നും PSC അധികൃതരെ അറിയിച്ചു. എന്നാൽ ജോലിക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ അഭിമുഖത്തിന് എത്തുക തന്നെ വേണമെന്നും ആംബുലൻസിൽ എത്തിയാൽ മതിയെന്നും PSC അധികൃതർ നിർദ്ദേശിച്ചു. സർക്കാർ ജോലി എന്ന തൻ്റെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് എന്ത് ത്യാഗവും സഹിക്കാൻ ജൂലി സന്നദ്ധയായിരുന്നു. ജൂലി വാക്കുപാലിച്ചു. മനസ്സും ശരീരവും നിറഞ്ഞ വേദനയോടെ നിശ്ചയദാർഢ്യത്തോടെ ആംബുലൻസിൽ അവർ പത്തനംതിട്ടയിലെ PSC ഓഫീസിലെത്തി. PSC അധികൃതർ ആംബുലൻസിലെത്തി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും ജൂലിയുമായി അഭിമുഖം നടത്തുകയും ചെയ്തു. വിധിക്ക് മുമ്പിൽ കീഴടങ്ങാത്ത ചരിത്രമുള്ള ദുഃഖവും ദുരന്തവും നിറഞ്ഞ ഭൂതകാലമാണ് ജൂലിയുടേത്. 2.5 വയസ്സുള്ളപ്പോൾ വീടിന് സമീപം വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഒടുവിൽ ജീവൻ രക്ഷിക്കാനായി വലതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു. അംഗവൈകല്യങ്ങളൊന്നും ജൂലിയെ തളർത്തുന്നില്ല. വിധിയോട് പോരാടി ജയിക്കാനുള്ള മനക്കരുത്ത് ബാല്യത്തിൽ തന്നെ അവർ സ്വന്തമാക്കിയിരുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ സർക്കാർ ജോലിക്കായുള്ള ഒടുവിലത്തെ പരീക്ഷയും പരീക്ഷണവും കഴിഞ്ഞിരിക്കുന്നു. ജൂലി ശുഭാപ്തി വിശ്വാസത്തിലാണ്. വിജയം തനിക്കൊപ്പമാണെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.